ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവമാതാവും ഈശോയും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ചെയ്തു തന്ന നിരവധി അനവധിയായ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. എൻ്റെ പേര് ലിനോ മാത്യു. ഞാൻ വന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഇളംകുളം ഇടവകയിൽ നിന്നാണ്. ഞാനും എൻ്റെ വൈഫും നേഴ്സുമാരാണ്. ഞാൻ ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ലീക്ക്, ജന്മനാ ഉള്ള ഒരു ലീക്ക് ഞാൻ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുപിടിക്കുകയും അവിടെ വെച്ച് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു എനിക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിൽ വന്നു. 2022 ഞാൻ സർജറിക്ക് വിധേയനായി. സാമ്പത്തികമായിട്ടും ബാക്കി കാര്യങ്ങളെല്ലാം മാതാവ് എനിക്ക് ചെയ്തു തന്നു. അങ്ങനെ 2022 ജൂൺ 14 ഇവിടെ വരികയും ഞങ്ങൾ ഉടമ്പടി എടുക്കുകയും സർജറിക്ക് വേണ്ടി പോവുകയും ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നു. നേരത്തെ സർജറി ചെയ്തു. 2 സർജറി ചെയ്യേണ്ടി വന്നു. അങ്ങനെ സർജറി ചെയ്തു. തിരികെ ആരോഗ്യവാനായിട്ട് തിരികെ വീട്ടിലേക്ക് പോയതിന് ശേഷം എൻ്റെ ഹൃദയത്തിൻ്റെ ബീറ്റ് കുറച്ച് അബ്നോർമൽ ആവുകയും 3-ാം മാസം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനൊരു കാർഡിയോവേർഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ അത് ശരിയാകും, ചിലപ്പോൾ ശരിയാകാതെ ഇരിക്കും. അതല്ല എങ്കിൽ ഒരു കത്തീഡ്രൈസേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഫസ്റ്റ് കാർഡിയോവേർഷൻ ചെയ്തു. ഇത് തിരികെ വരുമെന്ന് പറഞ്ഞ ഡോക്ടറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ അമ്മയുടെ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 1 വർഷത്തിനുള്ളിൽ ഈ ബീറ്റ് ശരിയാകാതെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർക്ക് അത്ഭുതമായിരുന്നു. എനിക്ക് ഈ 3 വർഷമായിട്ട് ഇതുവരെ എനിക്കത് വന്നിട്ടില്ല. എൻ്റെ എല്ലാ ECGയിലും എല്ലാ എക്കോയിലും എല്ലാം നോർമൽ സ്റ്റഡി ആയിരുന്നു. പിന്നീട് 2023 പെസഹായുടെ ദിവസം എൻ്റെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കടയിൽ പോവുകയായിരുന്നു. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് 5 അടി പൊക്കമുള്ള ഒരു കയ്യാലയിൽ നിന്ന് താഴെ വീഴുകയും കുഞ്ഞ് തലയടിച്ച് വീണതിൻ്റെ ഫലമായിട്ട് അൺകോൺഷ്യസായി കുഞ്ഞിനെ അപ്പോൾ വീട്ടുകാരെല്ലാം ഓടി വന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. 5 മിനിറ്റോളം കുഞ്ഞ് അൺകോൺഷ്യസ് ആയിട്ട് കിടന്ന കുഞ്ഞിനെ വെള്ളമൊക്കെ തളിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴും കുഞ്ഞ് ഭയങ്കര ഡ്രൗസി ആയിരുന്നു. എന്നേക്കാൾ കൂടുതൽ വിശ്വാസമുള്ള, എന്നേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാര്യ മാതാവിൻ്റെ തൈലം കുഞ്ഞിൻ്റെ നെറ്റിയിൽ പൂശുകയും അപ്പോൾ കുഞ്ഞ് ഭയങ്കരമായിട്ട് 2-3 തവണ ഛർദ്ദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ബ്രെയിൻ ഇഞ്ചുറിയുടെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതി ഞങ്ങൾ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. ഡോക്ടറും പറഞ്ഞു ഇത് ബ്രെയിൻ ഇഞ്ചുറിക്ക് സാധ്യതയുണ്ട്, നമുക്കുടനെ CT എടുക്കാമെന്ന് പറഞ്ഞു. CT എടുത്തു. തിരികെ എമർജൻസി റൂമിൽ വന്നു. CTയുടെ സ്റ്റഡി വന്നു. എല്ലാം നോർമലായിരുന്നു. മാതാവ് ഞങ്ങളെ അതിശക്തമായിട്ട് കാത്തു. പിന്നീട് സർജറിക്കെല്ലാം ശേഷം എനിക്ക് ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു. വൈഫ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സൗദിയിലേക്ക് പോകാമെന്ന് കരുതി. പ്രോമെട്രിക്ക് പാസ്സായി. അതിനുശേഷം ഇൻ്റർവ്യൂ പാസ്സായി. അരാംകോയിൽ ജോലി കിട്ടി. എല്ലാ പ്രോസസ്സിങ്ങും തീർന്നു. അവസാനം മെഡിക്കലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. മെഡിക്കലിന് ചെന്നപ്പോൾ ഞാൻ സർജറി ചെയ്തതുകൊണ്ട് എൻ്റെ മെഡിക്കൽ അൺഫിറ്റായിപ്പോയി. അപ്പോൾ ഞാൻ അതിഭയങ്കരമായിട്ട് തകർന്നു പോയി. ആകെ ഡിപ്രസ്ഡ് ആയിപ്പോയി. ആകെ പോകാമെന്ന് പ്രതീക്ഷിച്ചു. ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. അവിടെ വീട് വരെ എടുത്തു. പക്ഷേ പോകാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ചച്ച, ഇത് മാതാവ് നമ്മളെ അതിഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്, നമ്മളെ പരിഗണിക്കുന്നുണ്ട്. ഇതിൽ നല്ലതെന്തോ മാതാവ് തരാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, മുന്നോട്ട് പോയി. മാതാവിൻ്റെ ഉടമ്പടിയിൽ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പ്രാർത്ഥനയൊന്നും മുടക്കിയിരുന്നില്ല. കുടുംബ പ്രാർത്ഥന. അവൾ സൗദിയിലാണെങ്കിലും ഞങ്ങൾ കറക്റ്റ് 7 മണിയാകുമ്പോൾ വീഡിയോ കോളിൽ വന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കും. സ്വയം പ്രേരിത പ്രാർത്ഥന എല്ലാം ചൊല്ലും. അരമണിക്കൂർ ഞങ്ങളാരും ബൈബിൾ വായന മുടക്കാറില്ല. അയർലൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കുറേ ഏജൻസികളുടെ മുന്നിൽ ഞങ്ങളുടെ ബയോഡേറ്റ എല്ലാം കൊടുത്തിരുന്നു. കഴിഞ്ഞ
കഴിഞ്ഞ വർഷം ജൂൺ 15-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് മാതാവിനോട് ഞങ്ങൾ ഓരോ ഗിഫ്റ്റ് ചോദിച്ചു. മാതാവേ, എനിക്ക് വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും ഒന്ന് തരണം, ഞങ്ങളെ തൊടണം എന്ന് പറഞ്ഞു. മാതാവ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു. 5 മണിയായപ്പോൾ ഒരു ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, ലിനോ, അടുത്തായിട്ട് ഇവിടെ വേക്കൻസി വരുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ 6 മാസം കടന്നുപോയി, എന്നിട്ടും ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒന്നും അറേഞ്ച് ചെയ്തില്ല. ജനുവരി 14-ാം തീയതി എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് മാതാവിനോട് ഞങ്ങൾ അന്നും ഗിഫ്റ്റ് ചോദിച്ചു. അന്ന് മാതാവ് എനിക്ക് ഗിഫ്റ്റ് തന്നു, ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തന്നു. ജനുവരി 28-ാം തീയതി ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തന്നു. എനിക്ക് എൻ്റെ കഴിവില്ലായ്മയോ എൻ്റെ യോഗ്യതയില്ലായ്മയോ മൂലം എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാകാനും സാധിച്ചില്ല. നേരെ ശരിക്കുള്ള ഇംഗ്ലീഷോ ഫ്ലുവൻ്റായിട്ടുള്ള ഇംഗ്ലീഷിൽ എനിക്ക് സംസാരിക്കാനും സാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാകാം. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചു നിന്നു, അതിഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്തു. മാതാവിനോട് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, ലിനോ, നിനക്ക് ഞങ്ങളൊരു ജോലി റെഡിയാക്കിയിട്ടുണ്ട്, ഒരു ഹോമിൽ ജോലി റെഡിയാക്കിയിട്ടുണ്ട്, ഇൻ്റർവ്യൂ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ഹോമിൻ്റെ പേര് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അവർ ലേഡി ഓഫ് ലൂർദ് എന്ന പേരിലുള്ള മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു ഹോമിലായിരുന്നു എനിക്ക് ജോലി കിട്ടിയത്. അടുത്ത ദിവസം തന്നെ എനിക്ക് കോൺട്രാക്ട് ലെറ്ററും ഓഫർ ലെറ്ററും വന്നു. പിന്നീട് ഡിസംബർ മാസത്തിൽ എനിക്ക് പെർമിറ്റ് റെഡിയായി. പിന്നെ മാർച്ച് മാസം 5-ാം തീയതി ഞാൻ VFSൽ എൻ്റെ വിസയ്ക്ക് വേണ്ടി കൊടുത്തു. നീണ്ട 3 മാസത്തെ കാത്തിരിപ്പ്, വിസ വന്നില്ല. എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, ലിനോ, ഇത് അസാധാരണമായ സംഭവമാണ്, 20 ദിവസം അല്ലെങ്കിൽ 1 മാസം അതിനുള്ളിൽ സാധാരണ വിസയൊക്കെ ലഭിക്കുന്നതാണ്. നീ ഒരു കാര്യം ചെയ്യണം, വിസ ഓഫീസിലേക്ക് നീ ഒരു മെയിൽ ചെയ്യണം. എന്താണ് ഇതിൻ്റെ വിസയുടെ ഡിസിഷൻ എടുക്കാൻ വൈകുന്നത്, എന്താണ് സ്റ്റാറ്റസ്, എനിക്ക് എത്രയും വേഗം എൻ്റെ പാസ്പോർട്ട് തിരികെ ലഭിക്കണമെന്ന് പറഞ്ഞൊരു മെയിൽ അയക്കാൻ പറഞ്ഞു. ഞാൻ ആകെ ടെൻഷനായി. എനിക്കറിയാമായിരുന്നു മാതാവ് തന്ന ജോലിയാണ്, മാതാവ് തന്നെ എന്നെ അതിൽ കയറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്കിലും മാനുഷികമായിട്ടുള്ള ചില ടെൻഷനുകൾ എന്നെയും പിടികൂടി. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പറഞ്ഞു, മാതാവേ, എൻ്റെ ഏജൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്, മെയിൽ അയക്കാൻ പറയുന്നു, പക്ഷേ ഞാൻ മെയിൽ അയക്കില്ല. അമ്മ മാതാവ് തന്ന ജോലിയിൽ വേണമെങ്കിൽ അമ്മ മാതാവ് തന്നെ മെയിൽ അയച്ചോളൂ, അമ്മ തന്നെ അവിടെ സ്വീകരിച്ചോളൂ, ആ മെയിലിൽ അമ്മ തന്നെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്നു. 5 മണിയായപ്പോൾ എൻ്റെ ഏജൻറ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, ലിനോ, നിൻ്റെ വിസയിൽ ഡിസിഷൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേയിൽ എൻ്റെ ഈ 15-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പതിവ് പോലെ ഞാൻ മാതാവിനോട് വെഡ്ഡിങ് ഗിഫ്റ്റ് ചോദിച്ചു. 14-ാം തീയതി എൻ്റെ വിസ അപ്രൂവായി. 16-ാം തീയതി എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അടുത്ത ആഴ്ച ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്. ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞായറാഴ്ച ക്രിസ്ത്യാനികളായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ വളരെ പുറകോട്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല, മാതാവിനോടുള്ള പ്രാർത്ഥനകളൊന്നും തന്നെ മുടക്കാറില്ല. പള്ളിയിൽ പോകാറുണ്ട്, ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ മുൻപന്തിയിലാണ്, കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഓരോ ഇവൻറ്റുകളിലായിരുന്നു. ഞങ്ങളുടെ ബർത്ത്ഡേയിൽ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറികളിൽ എല്ലാമാണ് സംഭവിച്ചത്. എൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വയറ്റിലൊരു വേദന വന്നപ്പോൾ ഗാൽ ബ്ലാഡർ സ്റ്റോണാണെന്ന് കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം സർജറി ചെയ്തു, മാറ്റി. പക്ഷേ പിന്നീട് അതിന് ശേഷവും എനിക്ക് വയറുവേദന വന്നു. അതിഭയങ്കരമായ വേദന, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന. ഞാൻ വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായ വേദന വരും. അപ്പോഴെല്ലാം ഞാൻ ടാബ്ലറ്റ് കഴിക്കും. ഞാൻ സ്വന്തമായിട്ട് ടാബ്ലറ്റ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് കഴിക്കും. അപ്പോൾ വേദന പോകും. എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു. ഒരു ദിവസം അതിഭയങ്കരമായ വേദന വന്ന സമയത്ത് എൻ്റെ ഇളയ കുഞ്ഞ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അവനെടുത്തിട്ട് വന്ന് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ തൈലമുണ്ടല്ലോ, നമുക്കത് തേച്ചാൽ പോരെ, പിന്നെ വേദന മാറിക്കോളുമല്ലോ എന്ന് പറഞ്ഞു. അവൻ തന്നെ എൻ്റെ വയറിൽ അത് തേച്ച് തരികയും അതിൽ പിന്നെ എനിക്ക് ഈ വയറുവേദന, ചെറുതായിട്ട് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട്. ആ ഗ്യാസ്ട്രൈറ്റിസിൻ്റേതായിട്ടുള്ള വേദനയല്ലാതെ വേറൊരു വേദനയും ഇന്ന് വരെ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ എന്ത് കാര്യത്തിനും അമ്മ മാതാവിൻ്റെ തൈലവും തേനും ഉപ്പുമാണ് ഞങ്ങളുടെ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ എല്ലാം നോർമൽ സ്റ്റഡീസ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, ഞങ്ങൾ മാസത്തിൽ 2 തവണ ഞങ്ങൾ ചോറുണ്ടാക്കിക്കൊണ്ട് പോയി ഞങ്ങളുടെ അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട്.
ഞങ്ങളുടെ അടുത്തൊരു ആകാശപ്പുറമുള്ള അപ്പച്ചന്മാരുടെ അനാഥ ആലയമുണ്ട്. ഞാനവിടെ പോകും. ആഴ്ചയിൽ 3 ദിവസം വന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ 3 ദിവസവും അവിടെ പോയിട്ട് ഞങ്ങൾ അപ്പച്ചന്മാരെ കുളിപ്പിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള നേഴ്സിംഗ് കെയർ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരോടെല്ലാം പറയുന്നവരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ. ഞങ്ങൾ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി യാത്ര ചെയ്ത് വിതരണം ചെയ്യാറുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി.